നമസ്കാരം. ഇന്ത്യൻ ഇലക്ട്രിക് ടൂ വീലർ വിപണി ഇന്ന് അനുദിനം വളർച്ചയുടെ പാതയിലാണ്. ഇതിൽ തന്നെ മോട്ടോർ സൈക്കിളുകളേക്കാൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കാണ് ഡിമാൻഡ് ഏറി വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ബ്രാൻഡുകളും ഇതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ രാജ്യത്തെ ലാസ്റ്റ് മൈൽ മൊബിലിറ്റി സർവീസുകൾ വാഗ്ദാനം ചെയ്യുന്ന എല്ലാവരും ഇന്ന് ഈ സ്കൂട്ടറുകളുടെ ഒരു വലിയ തോതിലുള്ള കൺസ്യൂമർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡ് മുൻനിർത്തി തങ്ങളുടെ അവസരം നോക്കി ഇന്ത്യയിലെ മുൻനിര ഇലക്ട്രിക് ടൂ വീലർ വാഹന നിർമ്മാതാക്കളായ ഒല ഇലക്ട്രിക് കരുക്കൾ നീക്കുകയാണ്. കമ്പനിയുടെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അണിയറയിൽ ഒരുക്കത്തിലാണ്. ഈ വർഷം ആദ്യം ഓലയുടെ സ്വാപ്പ് ചെയ്യാവുന്ന ബാറ്ററി മോഡ്യൂൾ ഡിസൈൻ പേറ്റന്റിന്റെ രേഖകൾ ഇന്റർനെറ്റിൽ ചോർന്നിരുന്നു. വളരെ എളുപ്പത്തിൽ സ്വാപ്പ് ചെയ്ത് മാറ്റിസ്ഥാപിക്കാവുന്ന ബാറ്ററി സാങ്കേതികവിദ്യ കമ്പനി വികസിപ്പിക്കുന്നതായി സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഒലയുടെ ആദ്യ കൊമേഴ്ഷ്യൽ ടൂ വീലർ EVയുടെ ഡിസൈൻ പേറ്റന്റുകളും ഇപ്പോൾ ലീക്കായിരിക്കുകയാണ്. ഇതോടെ പുത്തൻ സ്വാപ്പബിൾ ബാറ്ററി പാക്ക് ഏത് മോഡലിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായിരിക്കുകയാണ്. ഇതിനുശേഷം ഒല ഇപ്പോൾ തങ്ങളുടെ ZVയുടെ ആദ്യ ടീസർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വാഹനത്തെ ലോഞ്ച് ചെയ്യാനും നിർമ്മാതാക്കൾ പദ്ധതിയിടുകയാണ്. ഇലക്ട്രിക് ടൂ വീലർ പാസഞ്ചർ വാഹന സെഗ്മെന്റ് കീഴടക്കി കാര്യമായ ഒരു വിഹിതം കൈക്കലാക്കിയതിനു ശേഷം ഇലക്ട്രിക് ടൂ വീലർ ZV വിഭാഗത്തിലേക്കും ഒല ഇലക്ട്രിക് വൻ മുന്നേറ്റം നടത്തി വരികയാണ്. പേറ്റന്റ് ഡിസൈനുകൾ പുറത്തു വന്നതിന് ശേഷം കമ്പനി അവരുടെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ വാഹനത്തിന്റെ ടീസർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് മൈൽ മൊബിലിറ്റി സെഗ്മെന്റ് ആണ് ഒല വളരെ കാര്യമായി ലക്ഷ്യമിടുന്നത് എന്നാണ് ഈ ടീസറുകളിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. പണ്ട് ലീക്കായ പേറ്റന്റിന് സമാനമായി വരാനിരിക്കുന്ന ഈ സ്കൂട്ടറിന്റെ ഡിസൈൻ സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ടീസറുകൾ വ്യക്തമാക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള രൂപശൈലി അല്പം പ്രീമിയം കൊമേഴ്ഷ്യൽ വാഹനത്തിന് സമാനം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ സെഗ്മെന്റിൽ ഇതിനകം ലഭ്യമായവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് മേലെ എന്നാണ് ഒല അവകാശപ്പെടുന്നത്. പാനലുകളും മറ്റ് എക്സ്ട്രാ പാർട്സുകളുമായി അധികം ഒന്നും തന്നെ ഇല്ല. EVയുടെ രൂപകൽപ്പന വളരെ പ്രാക്ടിക്കലായ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടീസറിൽ ഒരു റെഡ് ഷെയ്ഡിൽ പൂർത്തിയാക്കിയ ഒരു മസ്കുലർ ഫ്രെയിം പോലെ ഒരു ഘടകം കാണാൻ നമുക്ക് സാധിക്കും. ഈ ഫ്രെയിമിംഗിൽ നിന്ന് പ്രൊട്ടക്റ്റീവ് സൈഡ് ഗാർഡുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേലോഡ് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഫ്ലോർ ബോർഡാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. ഇരുവശത്തും വളരെ വിസിബിളും അതുപോലെ തന്നെ ലളിതവുമായ യൂണിറ്റുകളാണ് വൈഡർ ഫുഡ് പെക്കുകൾ. ഈ സ്കൂട്ടർ മിക്കവാറും ഒരു സിംഗിൾ സീറ്റർ ശൈലിയിൽ എത്തുന്നതിനാൽ തന്നെ പിലിയൻ ഫുഡ് പാക്കുകൾ ഇല്ല എന്നതിന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പിലിയൻ സീറ്റ് വരേണ്ട സ്ഥാനത്ത് ലോഡ് വഹിക്കാനുള്ള ശേഷി കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലഗേജ് ഏരിയയാണ് വരുന്നത്. പ്രൊഡക്ഷൻ ചെലവ് കുറയ്ക്കാൻ ഈ സ്കൂട്ടറിന്റെ ബോഡി വർക്ക് കുറവായിരിക്കും. എന്നിരുന്നാലും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, LED ഹെഡ്ലൈറ്റുകൾ തുടങ്ങിയ ഫീച്ചറുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ടീസറുകളിൽ നിന്നും മനസ്സിലാക്കുന്ന പ്രധാന കാര്യം വരാനിരിക്കുന്ന ഈ ഇലക്ട്രിക് മോഡലിൽ കമ്പനിയുടെ ആദ്യത്തെ സ്വാപ്പ് ചെയ്യാവുന്ന ബാറ്ററി പാക്ക് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. ഒല ഇലക്ട്രിക് ഇത് സ്ഥിരീകരിച്ചു എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ കപ്പാസിറ്റിയും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ കൃത്യമായി നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിട്ടില്ല. സ്വാപ്പബിൾ ബാറ്ററി പാക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഓപ്ഷനിലും വന്നേക്കാൻ ഇടയുണ്ട്.